നമസ്കാരം, പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിലെ ഫെഡറൽ സംസ്ഥാനങ്ങൾ തകർന്ന അടിസ്ഥാന സൗകര്യങ്ങളിലും സ്കൂളുകളിലും ഡേ കെയർ സെന്ററുകളിലും ആശുപത്രികളിലും നിക്ഷേപത്തിന്റെ അഭാവത്തിൽ ഞെരുങ്ങുകയാണ്. എന്നാൽ ഫെഡറൽ ഗവൺമെന്റിന്റെ മെഗാ ഡെറ്റ് പാക്കേജിന് നന്ദി പറഞ്ഞ് ഇപ്പോൾ പുതിയ കടമെടുക്കാൻ കഴിയുമെന്നതിൽ പല സംസ്ഥാന നേതാക്കളും സന്തുഷ്ടരുമാണ്. പക്ഷേ കേന്ദ്ര ചാൻസലറിയിലെയും ധനകാര്യ മന്ത്രാലയങ്ങളിലെയും സർവേ കാണിക്കുന്നത് ആദ്യ സംസ്ഥാനങ്ങൾ ഭാവിയിൽ നിക്ഷേപം നടത്താനല്ല, പകരം അഭയാർത്ഥികളെ ഉൾക്കൊള്ളുന്നതിനാണ് ഡെപ്റ്റ് പണം ആസൂത്രണം ചെയ്യുന്നത്. പുതിയ കടം ഇതുവരെ മറ്റു കാര്യങ്ങൾക്കായി നീക്കിവെച്ചിട്ടില്ല. അതിനാൽ കുടിയേറ്റക്കാർക്കുള്ള ഭീമമായ ചെലവുകൾ വഹിക്കാൻ അവ ഉപയോഗിക്കാൻ നിർബന്ധിതരാവുകയാണ്. ഓരോ വർഷവും അഭയാർത്ഥികൾക്കായി സംസ്ഥാനങ്ങൾ ശതകോടികളാണ് ചെലവഴിക്കുന്നത്. ഈ ചെലവുകളും അമിതമായ ബജറ്റുകളാണ്. ബവേറിയ മാത്രം കഴിഞ്ഞ വർഷം അഭയാർത്ഥികൾക്കായി 2.3 ബില്യൺ യൂറോ ചെലവഴിച്ചു. ഹെസൻ സംസ്ഥാനം 1.2 ബില്യൺ യൂറോയും ബെർലിൻ 1 ബില്യൺ യൂറോയും അഭയാർത്ഥി ചെലവുകൾക്കായി നൽകി. അതുകൊണ്ട് തന്നെ അധിക വായ്പ ഇതിനകം പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ മൂലധന ഫണ്ട് കാലിയാവുകയും ചെയ്തു. ഷ്വെൽസിക് ഹോൾസ്റ്റൈൻ വിതരണത്തെ കുറിച്ച് ഇതുവരെ തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല. എങ്കിലും 400 മുതൽ 500 ദശലക്ഷം യൂറോ വരെയാണ് കണക്കാക്കപ്പെടുത്തിയിരിക്കുന്നത്. നോർത്ത് റൈൻ വെസ്റ്റ്ഫാളിയ സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ ബജറ്റിൽ അഭയാർത്ഥികൾക്കായി 3.4 ബില്യൺ യൂറോ തുക ചെലവഴിക്കുന്നുണ്ട്. ലോവർ സാക്സണി അഭയാർത്ഥികൾക്കായി 1 ബില്യൺ യൂറോയാണ് ചെലവഴിക്കാനിരിക്കുന്നത്. സാർലാൻഡ് ജർമ്മനിയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ്. ഇവിടെ അഭയാർത്ഥികൾക്കായി പ്രതിവർഷം 94 ദശലക്ഷം യൂറോയാണ് ചെലവഴിക്കുന്നത്. ബവേറിയ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ 2.3 ബില്യൺ യൂറോ ബജറ്റിൽ വക കൊള്ളിച്ചിട്ടുണ്ട്. സാക്സൺ അൻഹാൾട്ട് 146.2 ദശലക്ഷം യൂറോ ആണ് അനുവദിച്ചത്. ബാഡൻ വുട്ടംബർഗ് പ്രതിവർഷം 745 ദശലക്ഷം യൂറോ ചെലവ് കണക്കുകൂട്ടുന്നു. ബെർലിനിൽ 2024 അഭയാർത്ഥികൾക്കായി 719 ദശലക്ഷം യൂറോ ആണ് നൽകിയത്. റൈൻലാൻഡ് ഫാൾസ് പ്രതിവർഷം 275 ദശലക്ഷം യൂറോ കണക്കാക്കുന്നു. എന്നാൽ സാക്സണി 128 ദശലക്ഷം യൂറോയാണ് കണക്കാക്കിയിരിക്കുന്നത്. ജർമ്മനിയിൽ പുതിയ സർക്കാർ രൂപീകരിക്കാൻ CDU SPD സഖ്യ ചർച്ചകളുടെ ആദ്യ ഫലങ്ങൾ പുറത്തു വന്നു. മധ്യ വലത്ത് മധ്യ ഇടത് പാർട്ടികൾ അവരുടെ ആദ്യ റൗണ്ട് ചർച്ചകൾ കൃത്യസമയത്ത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. എങ്കിലും നികുതികളും കുടിയേറ്റവും പോലുള്ള വിഷയങ്ങളിൽ ഇതുവരെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല. യാഥാസ്ഥിതികനും SPD തമ്മിൽ കാര്യമായ ചേരിതിരിവ് ഉണ്ട് താനും. ചർച്ചകൾക്ക് മുമ്പുള്ള കാര്യത്തിൽ ചരിത്രപരമായ കടം പരിഷ്കരണം ഫണ്ടിംഗ് പാക്കേജ് പാസാക്കാൻ മാത്രമാണ് സാധിച്ചിരിക്കുന്നത്. ഇനിയും കടമ്പകൾ കടക്കേണ്ടതുണ്ട്. കക്ഷികൾക്ക് ഒരു ധാരണയിലെത്താൻ പല കാര്യത്തിലും ബുദ്ധിമുട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എങ്കിലും ഏപ്രിൽ 20 വരുന്ന ഈസ്റ്ററിനകം ചർച്ചകൾ അവസാനിപ്പിക്കണമെന്ന് CDU നേതാവും അടുത്ത ചാൻസലറുമായ മെർസ് പറഞ്ഞു. US പുതിയ ട്രംപ് ഭരണകൂടം സൃഷ്ടിച്ച അനിശ്ചിതത്വവും ജർമ്മനിയിലെയും ഇതിനകം തന്നെ മാന്ദ്യം സംഭവിച്ച സമ്പദ് വ്യവസ്ഥയും എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയാണ് പ്രവർത്തനക്ഷമമായ ഒരു ഗവൺമെന്റിന്റെ പുതിയ കടമ്പകൾ. എന്നാൽ സമയപരിധിക്കുള്ളിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് 3 കക്ഷികൾക്കും സമവായം ഉണ്ടാക്കുവാൻ കഴിയുമോ എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. ജർമ്മനിയുടെ ആകാശത്ത് നിഗൂഢമായ പ്രകാശ സർപ്പിളം കാണപ്പെട്ടതിൽ അത്ഭുതപ്പെടുകയാണ്. ഹാംബുർഗിലെ മേഘങ്ങളില്ലാത്ത ആകാശത്ത് നിഗൂഢമായ പ്രക്ഷുബ്ധത വ്യക്തമായി കാണാമായിരുന്നു. തിളങ്ങുന്ന നീഹാരിക രാത്രി ആകാശത്ത് നീങ്ങുകയാണ്. പ്രകാശം ഒരു വലിയ ശോഭയുള്ള സർപ്പിളമായി കറങ്ങുന്നു. ജർമ്മനിയിൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ നിരവധി ആളുകൾ ആകാശത്ത് അസാധാരണമായ രൂപീകരണം കണ്ടെത്തി. അതിന്റെ ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. മേക്കലംബർഗ്, വെസ്റ്റേൺ പൊമറേനിയ, ഹാംബുർഗ്, ഷ്ലേസിക് ഹോൾസ്റ്റൈൻ, ഹെസൻ എന്നിവിടങ്ങളിൽ ഈ പ്രതിഭാസം പ്രത്യക്ഷപ്പെട്ടു. മേക്കലംബർഗ്, വെസ്റ്റേൺ പൊമറേനിയയിൽ പോലീസ് പറയുന്നതനുസരിച്ച് എന്താണ് സംഭവിക്കുന്നതെന്ന് ആളുകൾ അറിയാൻ നിരവധി ഫോൺ കോളുകൾ നടത്തിയെന്നാണ്. ഈ പ്രതിഭാസത്തെക്കുറിച്ച് വിദഗ്ധർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഏതാണ്ട് സമാനമായ ഒരു കാഴ്ച 2023 ഏപ്രിൽ അലാസ്കയിൽ ഉൾപ്പെടെ നിരവധി തവണ സംഭവിച്ചതായി റിപ്പോർട്ടുണ്ട്. വടക്കൻ ജർമ്മനിയിൽ ഒരു സയൻസ് ഫിക്ഷൻ സിനിമ പോലെയായിരുന്നു സർപ്പിളം. വൈകുന്നേരം 6:48 അതായത് ജർമ്മൻ സമയം 6:48 3 മണിക്കൂറോളം നീണ്ട ആദ്യ കാഴ്ചകൾ ഉണ്ടായതെന്നും പറയുന്നു. സമാനമായ സംഭവം ഓസ്ട്രിയയിലെ മേഘപടലങ്ങളിലും ഉണ്ടായി.
ബെർലിനിലെ ഗതാഗത ജീവനക്കാർ മാർച്ച് 26 ബുധനാഴ്ച ആരംഭിക്കുന്ന 48 മണിക്കൂർ നികഴുന്ന പണിമുടക്ക് യാത്രക്കാരെ വലയ്ക്കും. ജർമ്മൻ തലസ്ഥാനത്ത് ബാക്ക് ടു ബാക്ക് ട്രാൻസ്പോർട്ട് സ്ട്രൈക്കുകളാണ് ഉണ്ടാകുന്നത്. ജർമ്മനിലെ ഏറ്റവും വലിയ യൂണിയനിലൊന്നായ വേർഡിയാണ് ഈ ആഴ്ച വീണ്ടും പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നഗരത്തിലെ ഊബാൻ ലൈൻ ട്രാം ട്രാഫിക്കിനെയും ഭൂരിഭാഗം ബസ്സുകളെയും നിശ്ചലമാക്കും. കഴിഞ്ഞ ആഴ്ച 2 ദിവസത്തെ പണിമുടക്ക് ഇതേ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ജീവനക്കാർ ഈ വർഷം ഇതുവരെ നടത്തിയ 4ാമത്തെ പണിമുടക്കാണിത്. വേർഡി ട്രേഡ് യൂണിയനും BVG തൊഴിലാളികളും തമ്മിലുള്ള 6ാം റൗണ്ട് ചർച്ചകൾക്ക് ശേഷമാണ് പുതിയ പണിമുടക്ക് പ്രഖ്യാപനം. ബുധനാഴ്ച പുലർച്ചെ 3 മണിക്ക് ആരംഭിക്കുന്ന പണിമുടക്ക് 2 ദിവസത്തിന് ശേഷം വെള്ളിയാഴ്ച പുലർച്ചെ 3 വരെയാണ് തുടരുന്നത്. ലുഫ്താൻസ വിമാനത്തിൽ യാത്രക്കാരൻ ബഹളം വെച്ചതിനെ തുടർന്ന് പിടിച്ചുകെട്ടി. 355 യാത്രക്കാരുമായി ഫ്രാങ്ക്ഫർട്ടിലേക്കുള്ള ലുഫ്താൻസ ഫ്ലൈറ്റ് LH499 വിമാനത്തിലാണ് സംഭവം. ഒരു യാത്രക്കാരൻ ബഹളം വെച്ചതാണ് കാരണം. യാത്രക്കാരൻ കലാപം ഉയർത്തിയ സാഹചര്യത്തിൽ വിമാനം തിരിച്ചിറക്കേണ്ടി വന്നു. ബോയിങ് 747 മെക്സിക്കോ സിറ്റിയിൽ നിന്ന് പറന്നുയർന്നത് ഫ്രാങ്ക്ഫർട്ട് അം മൈൻ ലക്ഷ്യമാക്കിയാണ്. ഏതാണ്ട് 11 മണിക്കൂർ വേണം ഫ്രാങ്ക്ഫർട്ടിൽ എത്താൻ. എന്നാൽ വിമാനം പൊങ്ങി അല്പനേരം കഴിഞ്ഞപ്പോൾ യാത്രക്കാരൻ ഒരാൾ ബഹളം വയ്ക്കുകയും ഉച്ചത്തിൽ ആക്രോശിക്കുകയും ചെയ്തുവെന്ന് ലുഫ്താൻസ അറിയിച്ചു. അയാൾ എഴുന്നേറ്റ് നിന്ന് മദ്യമാണ് ആവശ്യപ്പെട്ടത്. വിവരങ്ങളനുസരിച്ച് ആളെ ശാന്തനാക്കാൻ കഴിഞ്ഞില്ല. കൂടാതെ വിമാനത്തിലെ യാത്രക്കാർക്ക് ഇയാളിൽ നിന്ന് ഭീഷണിയും ഉണ്ടായി. ഒടുവിൽ കേബിൾ ഉപയോഗിച്ച് ഇയാളെ ബന്ധിച്ച് സുരക്ഷിതമാക്കിയാണ് വിമാനം തിരിച്ചിറക്കിയത്. ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ മുകളിലെത്തിയപ്പോഴാണ് തിരിച്ച് വിമാനത്താവളത്തിലേക്ക് മടങ്ങാൻ പൈലറ്റ് തീരുമാനിച്ചത്. ഒടുവിൽ കലാപക്കാരിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾക്കെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ലുഫ്താൻസ വിമാനം വൈകിയാണ് പിന്നീട് ഫ്രാങ്ക്ഫർട്ടിൽ എത്തിയത്. 2013 USA-ൽ 3 ലക്ഷത്തിലധികം ആളുകളെ കൊന്നൊടുക്കിയ ഭീകരമരുന്നായ ഫെന്റനിൽ ഹെറോയിൻ ജർമ്മനിയിലും എത്തി. നിയമവിരുദ്ധമായ ഫെന്റനിൽ അത്യധികം ശക്തമായ വേദനസംഹാരി ഹെറോയിനിൽ കലർത്തി അതിന്റെ ഫലം തീവ്രമാക്കുന്നതാണ്. ഇതാണിപ്പോൾ ജർമ്മനിയിൽ സുലഭമാവുന്നത്. USA-ലെ പോർട്ട്ലാൻഡ് നഗരമാണ് ഇതിന്റെ കേന്ദ്രം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ ഹാർഡ് മരുന്നുകളും ഇവിടെ ഡീക്രിമിനൽ ചെയ്യപ്പെട്ടതുമൂലം മാരകമായ അനന്തഫലങ്ങൾ ഉണ്ടായി. 2023 ഭവനരഹിതരായ ആളുകൾക്കിടയിൽ മാരകമായ ആകസ്മികമായ ഓവർഡോസിന്റെ എണ്ണം കുത്തനെ ഉയർന്നു. എല്ലാ കേസുകളിലും ഫെന്റനിൽ പങ്കുവച്ചിരുന്നു. ജനുവരിയിലാണ് ബെർലിനിലെ മയക്കുമരുന്ന് പരിശോധനാ കേന്ദ്രത്തിൽ ആദ്യമായി മാരകമായ മരുന്ന് കണ്ടെത്തിയത്. സിന്തറ്റിക് വേദന സംഹാരിയായ ഫെന്റനിലിനൊപ്പം ജർമ്മനിയിലും ഹെറോയിൻ ഇപ്പോൾ കലർത്തുന്നുണ്ട്. മോർഫിനേക്കാൾ 100 മടങ്ങ് ശക്തമാണ് ഫെന്റനിൽ. 2022 മുതൽ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ പോപ്പി കൃഷി നിരോധിച്ചതിനാൽ ഫെന്റനിൽ പോലുള്ള സിന്തറ്റിക് ഓപ്പിയോയിഡുകളുടെ ആവശ്യകത യൂറോപ്പിലും വർദ്ധിച്ചിരിക്കുകയാണ്. മെക്സിക്കോ, ചൈന, യൂറോപ്പ് എന്നിവിടങ്ങളിൽ ഇത് അനധികൃത ഉൽപാദനം വർദ്ധിപ്പിക്കുന്നുണ്ട്. കാരണം ഹെറോയിൻ ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ ഫെന്റനിൽ നിർമ്മിക്കുന്നതിന് വില കുറവാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ സന്ദർശിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ 2ാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ TV കൂടി ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.